إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. സ്വഫ് പൂർത്തീകരിച്ചിരിക്കാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. 18-ാമത്തെ അധ്യായം സൂറത്തു അൽ കഹ്ഫിലായി അതിലെ 46-ാമത്തെ വാചകത്തിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വളരെ ഗൗരവപ്പെട്ടൊരു കാര്യം. അല്ലാഹു പറഞ്ഞു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സ്വത്തും സന്താനങ്ങളുമൊക്കെ ഈ ഐഹിക ജീവിതത്തിന്റെ ദുനിയാവിന്റെ അലങ്കാരമാകുന്നു. ദുനിയാവിന്റെ അലങ്കാരമാണ് സ്വത്തും സന്താനങ്ങളുമൊക്കെ. പിന്നെ റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്. എന്നാൽ അൽ ബാഖിയാത്തുസ് സാലിഹാത്ത് അങ്ങനെ പറഞ്ഞാൽ നിലനിൽക്കുന്ന ബാക്കിയാകുന്ന സൽക്കർമ്മങ്ങൾ എന്നാണ് അർത്ഥം. ഖൈറുൻ ഇൻദ റബ്ബിക് സവാബൻ വ ഖൈറുൻ അമല. ആ അൽ ബാഖിയാത്തുസ് സാലിഹാത്താണ് നിന്റെ റബ്ബിങ്കൽ ഉത്തമമായ പ്രതിഫലമുള്ളതും നിനക്ക് ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്തിന്റെ വിവരണങ്ങളിൽ മറ്റൊരു ആയത്ത് അതിന്റെ തഫ്സീറായി വരുന്നത് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം, ഈ സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞ് തൊട്ടുടനെയുള്ള അധ്യായം, സൂറത്ത് മറിയമിന്റെ 76-ാമത്തെ ആയത്ത്. അവിടെ സമാനമായ ഒരു ശൈലി അല്ലാഹു തആല പറഞ്ഞുതരാൻ. എന്താ റബ്ബ് പറയുന്നത്? وَيَزِيدُ اللَّهُ الَّذِينَ اهْتَدَوْا هُدًى وَالْبَاقِيَاتُ الصَّالِحَاتُ خَيْرٌ عِندَ رَبِّكَ ثَوَابًا وَخَيْرٌ مَرَدًّا. ഹുദ സ്വീകരിച്ചവർക്ക്, സന്മാർഗം സ്വീകരിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗ നിഷ്ഠ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇത് ധാരാളം സ്ഥലത്ത് അല്ലാഹു പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് പറയുന്നു വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്താണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ മറദ്ദ. നിന്റെ റബ്ബിങ്കൽ നിനക്ക് ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പരിണാമമുള്ളതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം ഈ രണ്ടായത്തുകൾ. ഈ രണ്ടായത്തിലും അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്നതിനെ കുറിച്ച് പരാമർശിച്ച വിശുദ്ധ ഖുർആനിലെ രണ്ട് ആയത്തുകളാണിവ.
ഇതിലൊരായത്ത് എല്ലാ വെള്ളിയാഴ്ചയിലും എന്തായാലും നമ്മൾ ഒരിക്കലെങ്കിലും ഓതിപ്പോകുന്ന ഒരായത്താണ്. അങ്ങനെ ഓതിപ്പോകുന്ന ആയത്തുകൾ എന്താണെന്ന് ചിന്തിക്കാനും ആ ആയത്തുകൾക്കകത്തുള്ളത് പഠിക്കാനും ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കാനും നമ്മളൊന്ന് തയ്യാറായാൽ അൽഹംദുലില്ലാ നമ്മൾ പോലും അറിയാത്തൊരു പ്രകാശം, ഒരു ജീവിതത്തിന്റെ വിശാലത, ഒരു കുളിർമ നമുക്ക് ലഭിക്കും. ആ നിലക്കാണ് ചില ആയത്തുകൾ പ്രത്യേകം സൂചിപ്പിക്കുന്നത്. ഈ 2 ആയത്തുകളിലും അള്ളാഹുവിങ്കൽ ഉത്തമമായ പ്രതിഫലമുള്ള കാര്യമാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞത് കാണാൻ പറ്റും ഈ 2 ആയത്തിൽ. അതിനു പുറമെ ഈ ആയത്തിൽ ആദ്യം പറഞ്ഞെടുത്ത് കാണാം ഖൈറുൻ അമല. രണ്ടാമത് സൂറത്ത് മറിയമിൽ ആയത്തിൽ അവസാനിപ്പിക്കുന്നിടത്ത് കാണാം ഖൈറുൻ മറദ്ദാൻ. എന്താ ഖൈറുൻ അമല എന്ന് പറഞ്ഞാൽ, ഈ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്നത് ആഗ്രഹിക്കാൻ ഏറ്റവും ഉത്തമമായത് എന്നാണ് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഖൈറുൻ മറദ്ദ എന്ന് പറഞ്ഞാൽ അതിനാണ് ഉത്തമമായ പരിണാമമുള്ളത് എന്ന് രണ്ടാമത്തെ ആയത്തിലും പറയാൻ. അപ്പൊ നമ്മൾ പരിശോധിക്കാം, അൽഹംദുലില്ലാഹ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അവരുടെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയും മനഹജും മുന്നിൽ വെച്ച് നമുക്ക് പരിശോധിക്കാം. എന്താണ് ഈ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ? എത്രയാ നമ്മൾ ഓതിപ്പോകുന്നത്? എത്ര ആളുകൾക്കാണ് ഈ ആയത്ത് ഹിഫ്ളുള്ളത്? നമുക്കൊന്ന് പരിശോധിച്ചൊക്കെ എന്താണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇമാം സഅദിയുടെ തഫ്സീറിൽ അദ്ദേഹം വിവരിക്കുന്നു, വലിഹാദാ അഖ്ബറ തആല അന്നൽ മാല വൽ ബനീന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഇതിലൂടെ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ എന്നതിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, ജനങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു എന്ന്. അതായത് ലൈസ വറാഅ ദാലിക ശൈഉൻ, ലൈസ വറാഅ ദാലിക ശൈഉൻ, അതിനപ്പുറത്തേക്ക് അതൊന്നും ഒന്നുമില്ല, അതിനപ്പുറം അതൊന്നും ഒന്നുമില്ല. അതൊരു പരിഗണനീയമായ വിഷയമല്ല എന്നർത്ഥം. وأن الذي يبقى للإنسان وينفعه ويسره الباقيات الصالحات. എന്നാൽ മനുഷ്യന് വേണ്ടി ബാക്കിയാകുന്നത്, അവശേഷിക്കുന്നതും അവന് നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്നതും അവനെ സന്തോഷിപ്പിക്കുന്നതും അൽ ബാഖിയാത്തു സ്വാലിഹാത്താണെന്ന്. സുബ്ഹാനക യാ അലീം. ഇവിടെ മക്കള് സ്വത്ത് എന്നത് മോശാണെന്നല്ല പറഞ്ഞത്. മക്കളെന്നത്, മക്കളെന്നത് അള്ളാന്റെ മാർഗത്തിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നാശമാണ്. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് അല്ലാഹു തആല തൃപ്തിപ്പെടാത്ത മാർഗത്തിലാണ് വിനിയോഗിക്കുന്നതെങ്കിൽ അതും നാശമാണ് എന്നാണ്. എന്നാൽ ഒരിക്കലും നശിക്കാത്തത് എന്താണ്? ഒരിക്കലും നഷ്ടം വരാത്തത് എന്താണ്? ഒരിക്കലും ഖേദം തോന്നാൻ കാരണമാകാത്തത് എന്താണ്? അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. എന്നിട്ട് അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ബാക്കി പറയാണ്, وهذا يشمل جميع الطاعات الواجبة والمستحبة من حقوق الله وحقوق عباده. എന്തൊക്കെയാണ്? من صلاة وزكاة وصدقة وحج وعمرة وتسبيح وتحميد وتهليل وتكبير وقراءة وطلب علم نافع. ഇംഗ്ലീഷും കെമിസ്ട്രിയും ഫിസിക്സും ബയോളജി പഠിക്കുന്നതിനെ കുറിച്ചല്ല. അത് മോശമെന്നല്ല പറഞ്ഞത്. وأمر بمعروف ونهي عن منكر وصلة رحم وبر الوالدين وقيام بحق الزوجات والمماليك والبهائم وجميع وجوه الإحسان إلى الخلق. كل هذا من الباقيات الصالحات. الله أكبر. എത്ര ഹൃദ്യമായ വാക്കുകളാണ്. എന്താ അവിടുന്ന് പറഞ്ഞത്? അള്ളാഹുവിനോടും അവന്റെ അടിമകളോടുമുള്ള ബാധ്യതയായി വരുന്ന നിർബന്ധവും ഐച്ഛികവുമായ എല്ലാ അനുസരണവും ഇതിൽ ഉൾപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം എങ്ങനെയാണ്? നിസ്കാരം, സകാത്ത്, സദഖ, ഹജ്ജ്, ഉംറ, തസ്ബീഹ്, തഹ്മീദ്, തഹ്ലീൽ, തക്ബീർ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, ഉപകാരപ്രദമായ അറിവ് നേടൽ.
ഏതാണ് ത്വലബു ഇൽമ്? അൽ ഇൽമു ശർഇയ്യ, അൽ ഇൽമു ശർഇയ്യ, ഉപകാരപ്രദമായ അറിവ്. അതുപോലെ നന്മ കൽപ്പിക്കൽ, തിന്മ തടയൽ, കുടുംബബന്ധം ചേർക്കൽ, മാതാപിതാക്കളോട് പുണ്യം ചെയ്യൽ, ഇണകളോടും തന്റെ കീഴിലുള്ളവരോടുമുള്ള ബാധ്യത നിർവഹിക്കൽ, എല്ലാ അർത്ഥത്തിലുമുള്ള സർവജീവികളോടുമുള്ള ബാധ്യത നിർവഹണം, സൃഷ്ടികളോടുള്ള നന്മകളുടെ എല്ലാ വശവും, എല്ലാ സൃഷ്ടികൾക്കും നന്മ ചെയ്യുക. കുല്ലു ഹാദാ മിനൽ ബാഖിയാത്തി സ്വാലിഹാ. യാ അല്ലാഹ്, അതെല്ലാം അൽ ബാഖിയാത്തു സ്വാലിഹാത്താണ്. ഇന്നും നമ്മൾ ഓതിപ്പോയതാണ് അൽ ബാഖിയാത്തു സ്വാലിഹ. വിശാലമാണ്. എന്നിട്ട് അവിടുന്ന് അത് വിശദീകരിക്കുക. അതിന്റെ ബാക്കി ഫഹാദിഹി ഖൈറുൻ ഇൻദല്ലാഹി സവാബൻ വഖൈറുൻ അമല ഫസവാബുഹാ യബ്ഖാ വയതളാഅഫു അലൽ ആബാദ് വയുഅമ്മലു അജ്റുഹാ വബിർറുഹാ വനഫ്ഉഹാ ഇൻദൽ ഹാജ. എന്നിട്ട് എന്താ ഇമാം സഅദി പറഞ്ഞത്? അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും അതാണ്. അതിന്റെ പ്രതിഫലം അവശേഷിക്കുന്നതാണ്. അതിന്റെ പ്രതിഫലം അവശേഷിക്കുന്നതാണ്, എന്നേക്കും നിലനിൽക്കുന്നതാണ്, കാലാകാലം നിലനിൽക്കുന്നതാണ്. ഒരു നന്മക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ എന്ന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കാണാം. ആ വിഷയത്തിന്റെ വിശദീകരണമാണ് ഇമാം സഅദി പറഞ്ഞത്. അതിന്റെ പ്രതിഫലവും അതുപോലെ പുണ്യവും ആവശ്യമുള്ള സമയങ്ങളിൽ പ്രയോജനപ്പെടുന്നു. മനുഷ്യർ ആഖിറത്തിൽ കുടുങ്ങുന്നിടത്ത് രക്ഷയാകുന്നത് അൽ ബാഖിയാത്തു സ്വാലിഹാത്താണ്. മനുഷ്യരുടെ മരണവേള മുതൽ, മനുഷ്യന്റെ ഖബർ മുതൽ, മനുഷ്യന്റെ ഉഖ്റവിയായ രംഗം മുതൽ, അവസാനം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കപ്പെടുന്ന ലോകം മുതൽ സ്വർഗത്തിലെത്തുന്നതും അവിടെ റബ്ബിന്റെ തൃപ്തി നേടുന്നതും അവിടെ റബ്ബിനെ നേർക്കുനേരെ കാണുന്നതും വരെ എല്ലാം അൽ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ അനന്തരഫലങ്ങളാണ്. فهذه التي ينبغي أن يتنافس بها المتنافسون. അതിനു വേണ്ടിയാണ് മത്സരിക്കുന്നവർ മത്സരിക്കേണ്ടത്. ويستبق إليها العاملون. അതിനു വേണ്ടിയാണ് അധ്വാനിക്കുന്ന ആളുകൾ മുഴുവനും അധ്വാനിച്ച് മുന്നേറേണ്ടത്. അതുപോലെ അതിനു വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്യുന്നവർ കഠിനാധ്വാനം ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, എന്ന് ഇമാം സഅദി പറയുന്നത്, അല്ലാഹു തആല ദുനിയാവിനെയും അതിലെ അവസ്ഥകളെയും എങ്ങനെയാണ് ഉദാഹരിച്ചത് നോക്കുക. അതിന്റെ ന്യൂനത 2 തരത്തിലാണുള്ളത്. നൗആൻ, 2 തരത്തിൽ. നൗഉൻ മിൻ സീനതിഹാ. അതിലൊന്നാമത്തെ എന്താണ്? അത് ഒരു തരം അലങ്കാരം മാത്രമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതൊരു തരം അലങ്കാരം മാത്രമാണ്. അതിന്റെ ക്ഷണികത നമുക്ക് പറഞ്ഞുതരാണ്. അതാണ് ആദ്യം പറഞ്ഞത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞത് യുമത്തഉ ബിഹി ഖലീലൻ ثم يزول بها ثم يزول بلا فائدة تعود لصاحبه بل ربما لحقته مضرته وهو المال والبنون. ഒരു കുറഞ്ഞ സമയത്തേക്ക് മാത്രം, ഒരു കുറഞ്ഞ സമയത്തേക്ക് അത് ആസ്വദിക്കുകയും പിന്നീട് അതിന്റെ ഉടമയിലേക്ക് യാതൊരു പ്രയോജനവുമില്ലാതെ നീങ്ങിപ്പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ സമ്പത്തും സന്താനങ്ങളും മുഖേന ഉപദ്രവങ്ങളും ഉണ്ടായേക്കാം. ഇത് നമുക്ക് പരിചയമുള്ള കാര്യമാണ്. മനുഷ്യന്റെ എല്ലാം സ്വത്താണെന്ന് വിചാരിക്കുന്നിടത്ത് ആ സ്വത്ത് തന്നെ ഏറ്റവും വലിയ നാശമായിട്ട് വരാം. എല്ലാ അഡ്ജസ്റ്റ്മെന്റും മക്കളെ വെച്ചിട്ടാണ്, മക്കളുടെ വിഷയത്തിലാണ്. ഏത് ഹറാമും കണ്ണു ചിമ്പുന്നത് മക്കളുടെ വിഷയത്തിലാണ്. അത് ഉപദ്രവകരമായി വരിക. രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് യബ്ഖാ, അതാണ് ഉപകാരപ്രദമാകുന്നത്. എന്താണ് യബ്ഖാ വയൻഫഉ സാഹിബഹു അലദ്ദവാം വഹിയ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. മറ്റേത് രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് അത് അവശേഷിക്കുന്നതും അതതിന്റെ ഉടമയ്ക്ക് എല്ലായ്പ്പോഴും പ്രയോജനകരവുമാണ്. ഒരിക്കലും നഷ്ടാവില്ല. അതാണെന്ത് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. ഇമാം സഅദി അദ്ദേഹത്തിന്റെ തഫ്സീർ സഅദിയിൽ വിശദീകരിക്കാൻ നോക്കൂ. നിങ്ങൾ പ്രിയമുള്ളവരെ, സുബ്ഹാനല്ലാഹ്,
എത്രമാത്രം ഹൃദയസ്പർശിയായ വാക്കുകളിലൂടെയാണ് ഈ ആയത്തിനെ ശൈഖ് വിശദീകരിച്ചിട്ടുള്ളത്. ശരി, എന്തൊക്കെയാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ? ഈ വിഷയങ്ങൾ മുഴുവനും എണ്ണിയെടുത്ത അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഉണ്ട്. എന്നാലും നമുക്കതിനെ ഒന്നും കൂടി ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്? വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല എന്ന ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ അല്ലാമ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് തഫ്സീർ കൊടുക്കുന്നത് ഖാല ഇബ്നു അബ്ബാസ് വ സഈദ് ഇബ്നു ജുബൈർ വ ഗൈറു വാഹിദ് മിന സലഫ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതുപോലെ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ സലഫുകളിൽപ്പെട്ട ചിലരും പറഞ്ഞു എന്ത്? അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്നാൽ അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരങ്ങളാണ്. 5 നേരത്തെ നിസ്കാരം. ഒരു തഫ്സീർ അങ്ങനെ, ഒരു ശറഹ് അങ്ങനെയാണ്. സുബ്ഹാനക യാ അല്ലാഹ്, 5 നേരത്തെ നിസ്കാരം. പ്രിയമുള്ളവര്, നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഓതിപ്പോയതാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നൽകിയ ഒരു തഫ്സീർ അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരമാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. രാവിലും പകലിലുമായി ഒരു ദിവസം നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾ 5 എന്ന് പഠിച്ചവരും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നവരുമാണ്. അതിന് ആ നിസ്കാരത്തിന്, ഓരോ നിസ്കാരത്തിനും ഇസ്ലാം നിശ്ചയിച്ച ഒരു സമയമുണ്ട്. അത് അല്ലാഹു തആല പറഞ്ഞു, ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായിട്ടും നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ടൊരു നിർബന്ധ ബാധ്യതയാകുന്നതാണ്. ളുഹറിന് തന്നെ, അസറിന് തന്നെ, മഗ്രിബിന് തന്നെ, ഇശാക്ക് തന്നെ, സുബഹിക്ക് തന്നെ. മുസാഫിറാണെങ്കിൽ അതിൽ ചിലതിലേക്ക് ജംഅ് ചെയ്യാം, അല്ലെങ്കിൽ ഖസറാക്കാം. എന്നത് ഒഴിച്ചിർത്തിയാൽ സുബി ഒരിക്കലും 10 മണിക്ക് വന്നിട്ട്, നമ്മുടെ നാട്ടിൽ പലരും സുബഹിസ്കരിക്കണ അറിയല് കൈവെക്കുമ്പോഴാ ചില ആൾക്കാർ, കാരണം കൈപൊക്കി ശീലിച്ചുണ്ട്. സുബിയാണോ നിസ്കരിക്കണേ പറയാം 12 മണിക്ക് മുമ്പ്. നഊദു ബില്ലാഹ്. അസ്സലവാത്തുൽ ഖംസ്. ചില വിഷയത്തിലൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവില്ല. ആ വസ്ത്രം തന്നെ ധരിക്കണം എന്നൊക്കെ പറയും കർക്കശമായിട്ട്. എന്നാലോ ളുഹറിന് നിസ്കരിക്കൽ അല്ല അസറിന് നിസ്കരിക്കൽ ഒരു കർക്കശവും ഒരു മാതാപിതാക്കളും ചിലയിടങ്ങളിലൊക്കെ അതൊരു വിഷയമല്ല. പാതിരാത്രി 3 മണിക്കൊക്കെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് പഠിപ്പിക്കും, നല്ല കാര്യമാണ്. പക്ഷേ അതിനിടയിൽ മോനെ നീ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, മോനെ പറ്റണമെങ്കിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം കേട്ടോ, മോനെ സുബഹി വാങ്കൊടുത്ത് ഉമ്മന്റെ കുട്ടി നിസ്കരിക്കണം കേട്ടോ എന്ന് മാത്രം ഉമ്മ പറയില്ല. കൂടെ ഇരുന്ന് ചായ കൊടുത്ത് ഭക്ഷണം നൽകി പ്രോത്സാഹിപ്പിച്ച്, അഥവാ ഒന്ന് കണ്ണു ചിമ്മിയാൽ പിറുപിറുത്തും ശപിച്ചും ശാസിച്ചും പരീക്ഷയ്ക്ക് മാർക്കുണ്ടാക്കാൻ മെനക്കെടുന്ന മാതാപിതാക്കൾ. ഒരു വഖ്തിന്റെ കാര്യത്തിൽ പോലും കണിശത കാര്യം. അങ്ങനത്തെ ആൾക്കാരുണ്ട് നാട്ടിൽ. അല്ലാഹു തആല കാത്തിരിക്കട്ടെ. എന്താണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്? അസ്സലവാത്തുൽ ഖംസ്. അല്ലാഹു തആല ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, നിർബന്ധാണെന്നാ പറഞ്ഞത്. നിർബന്ധാണ്. വഅഖീമുസ്സലാ വആതുസ് സക്കാ വർകഉ മഅർ റാകിഈൻ. നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുക്കൂ ചെയ്യുകയും ചെയ്യുന്ന പറഞ്ഞാൽ ഐ സല്ലൂ മഅൽ മുസല്ലീൻ. എത്ര ആയത്തുകൾ വിഷയത്തിൽ കാണാൻ പറ്റും? ഒരുപാട് ആയത്തുകൾ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാം. അദ്ദേഹം പറയാണ്, ഞാൻ ഖാല കുൻതു മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫറിൻ, ഒരു യാത്രയിൽ നബിന്റെ കൂടെയിരുന്നു. അപ്പോ ഫഅസ്ബഹ്തു യൗമൻ ഖരീബൻ മിൻഹു വനഹ്നു നസീർ ഫഖുൽതു യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്നത വയുബാഇദുനി മിനൻ നാർ. നബിയെ, നരകത്തിൽ നിന്ന് എന്നെ അകറ്റുകയും സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കർമ്മം ഏതാണെന്ന് അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. ഖാല, മക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിങ്ങൾ ശരിക്കും കേൾക്കണം. അതുകൊണ്ട് ഞാൻ പല ഖുത്ബയിലും എന്റെ മുന്നിരിക്കണ മക്കളെ പ്രത്യേകം ഫോക്കസ് ചെയ്യണത്. പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും വർത്താനം പറയുകയും ചെയ്തത് അത് മനസ്സിലാവില്ല. ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ ശരിക്കും. എന്താ അല്ലാഹുവിന്റെ റസൂല് ശിഷ്യനായ സ്വഹാബിയായ മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞെന്നറിയോ? ലഖദ് സഅൽതനി അൻ അളീമിൻ,
وإنه ليسير على من يسره الله عليه تعبد الله ولا تشرك به شيئا وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت. അള്ളാന്റെ റസൂല് പറയണേ, വലിയൊരു കാര്യത്തെ പറ്റിയാ നീ ചോദിച്ചതെന്നാണ്. ഒരു സാധാരണ ചോദ്യമല്ല, വലിയ കാര്യമാണ്. അള്ളാഹു എളുപ്പമാക്കി കൊടുത്തവർക്ക്, അള്ളാഹു തആല എളുപ്പമാക്കി കൊടുത്തവർക്ക് നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ കഴിയുന്നതാണത്. അള്ള എളുപ്പാക്കി കൊടുത്തത് എളുപ്പാണ്. അല്ലെങ്കിലോ എത്ര മസില് വീർത്തവനാണെങ്കിലും സുബീക്ക് അള്ളാന്റെ പള്ളിക്ക് പോകാൻ പ്രയാസം ഉണ്ടാവും. അള്ള എളുപ്പാക്കി കൊടുത്താൽ തന്നെ സുബീക്ക് പള്ളിക്കെത്തുള്ളൂ. തൗഫീഖ് അല്ലെ പൊന്തൂല. ചിലപ്പോ ഒരു 10 ആളൊക്കെ ഒരേ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് എറിയാനൊക്കെ ഉള്ള ശക്തിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഓൻ ആ ശരീരം കൊണ്ട് അള്ളാന്റെ പള്ളിക്ക് ഒരു 5 മിനിറ്റ് നടക്കാൻ അവന് കഴിയൂല. അള്ള തൗഫീഖ് കൊടുത്താൽ തന്നെ പറ്റുള്ളൂ. അല്ലാത്തവർക്കും വലിയ പ്രയാസമായിരിക്കും. എന്നിട്ട് പിന്നെ നബി ഇങ്ങനെ പറഞ്ഞു, നീ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക, അള്ളാഹിനെ മാത്രം തൗഹീദുള്ളവനാവുക, യാതൊന്നിനെയും അവനോട് പങ്കു ചേർക്കാതിരിക്കുക, കൃത്യനിഷ്ഠയോടെ നിസ്കാരം നിലനിർത്തുക എന്നാണ്. കണിശത വേണമെന്നാണ്. ജീവിതത്തിൽ മക്കളായ ഒരു കണിശത വേണ്ടടാ എന്നൊക്കെ പറയും. എന്തിനാണ് മക്കളെ കണിശത വേണ്ടത്? അള്ള നിങ്ങളോട് കൽപ്പിച്ച കാര്യത്തിൽ, മുഹമ്മദ് നബി നിങ്ങളോട് കൽപ്പിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് കണിശത ഉണ്ടാകണം. 7 വയസ്സായാൽ കൽപ്പിക്കണം, 10 വയസ്സായാലോ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണം. നമുക്ക് പലർക്കും മക്കളെ തല്ലിട്ടിയത് നിസ്കാരത്തിന്റെ പേരിലാവൂല, നിസ്കരിക്കാത്തതിന്റെ പേരിലാവൂല. സുബ്ഹാനക അലീം. ഗൗരവമുള്ള വിഷയമാണ്. ഇതിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത് അസ്സലവാത്തുൽ ഖംസ് എന്നതിനെ കുറിച്ചാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ. കൂടാതെ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്താൻ ഏറ്റവും സഹായകമായ കാര്യമാണ് നിസ്കാരതൻ അഖീമിസ് സ്വലാത്ത ദിക്രി എന്നൊക്കെ പറഞ്ഞു. ഇത് കുറെ വിശദീകരിക്കാൻ. രണ്ടാമതായി എന്താണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ? അദ്കാറുകൾ, വിർദുകൾ, അഥവാ അള്ളാഹുവിന് നമ്മള് നാവ് കൊണ്ട്, വായ കൊണ്ട്, അതുപോലെ ശരീരം കൊണ്ടൊക്കെ ചെയ്യുന്ന എല്ലാ ദിക്റുകളും അതെന്താണ്? അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഞാൻ പറഞ്ഞല്ല, ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് കാണാം, വഖാല അത്വാഉ ഇബ്നു അബി റബാഹിൻ വസഈദ് ഇബ്നു ജുബൈർ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. എന്താണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നിവയാണത്. അതാണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. വീണ്ടും കാണാം, വഹകദ സുഇല അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ചോദിക്കപ്പെട്ടു, എന്താണ് ഇതിനെ തൊട്ട് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് മാഹിയ, എന്താണ് ഈ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ? സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മനസ്സിലാക്കിയത് എന്താണ്? ഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഖാല, അദ്ദേഹം പറയാണ്, ഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ഹൗഖല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് മാത്രമേ അതിൽ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. അദ്കാറുകൾ, എണ്ണം പറഞ്ഞ ദിക്റുകൾ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഹാനായ അബൂ ഹുറൈറയിൽ നിന്ന്, ഖുദൂ ജുന്നതകും, നിങ്ങൾ നിങ്ങളുടെ പരിചയെടുക്കുക. ഖുദൂ ജുന്നതകും, നിങ്ങൾ നിങ്ങളുടെ പരിചയെടുക്കുക. ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് അമിൻ അദുവിൻ ഖദ് ഹദറ. ഞങ്ങൾ ചോദിച്ചു, നബി, വന്നണഞ്ഞ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വല്ല ശത്രുവിനും തടുക്കാനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബൽ ജുന്നതകും മിനന്നാർ, ബൽ ജുന്നതകും മിനന്നാർ. നരകത്തിൽ നിന്ന് നിങ്ങളെ തടുക്കാനുള്ള പരിച. ഏതാണത്? ഖൗലു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഫഇന്നഹുന്ന യഅതീന യൗമൽ ഖിയാമ മുഖദ്ദിമാത്തിൻ വമുഅഖിബാത്തിൻ വമുജന്നിബാത്തിൻ വഹുന്ന അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. വഹുന്ന അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. എന്തൊക്കെയാണത്? അന്ത്യനാളില് ഈ പറഞ്ഞതൊക്കെ, ഈ അദ്കാറുകളൊക്കെ അന്ത്യനാളിൽ വരുന്നത് രക്ഷപ്പെടുത്തുന്നവയും മുന്നോട്ട് ആനയിക്കുന്നവയുമായിട്ടായിരിക്കും. അവയത്രേ അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, അഥവാ പ്രതിഫലം അവശേഷിക്കുന്നതും കൂലി എന്നും നിലനിർത്തുന്നതുമായ സൽപ്രവർത്തനങ്ങൾ. ഇതെത്ര മഹത്തരമാണ്, എത്ര മഹത്തരമാണ്.
പ്രത്യേകിച്ചും ഇതിന്റെ മഹത്വം വിവരിക്കുന്ന ഹദീസുകൾ നിരവധിയാണ്. ഈ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെ തുടങ്ങുന്ന ദിക്റുകളെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെടുന്ന ഹദീസുകൾ, അതിന്റെ മഹത്വങ്ങൾ, അതിന്റെ ഗുണങ്ങൾ വിശാലമാണ്. സൂചനക്ക് വേണ്ടി മാത്രമൊന്നും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളായിട്ട് പഠിപ്പിച്ചു. എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉ. അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ വചനങ്ങൾ 4 ഏതൊക്കെയാണത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ ഇരിക്കണ എന്റെ ശബ്ദം കേൾക്കണ എത്ര ചെറിയ കുട്ടി കൂട്ടത്തിലുണ്ടാവും, ആ കുട്ടിക്ക് വരെ കേൾക്കുന്ന മാത്രയിൽ ഹിഫ്ളാക്കാൻ സാധിക്കുന്ന ഒരു ദിക്റാണത്. കേൾക്കുന്ന മാത്രയിൽ. അല്ലാഹു അക്ബർ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടെന്നാണ്. ഇനി രണ്ടാമതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത അലൈഹി ശംസ്. ഈ അദ്കാറുകൾ പറയലാണ് ഏതിന്റെ മേലൊക്കെ സൂര്യൻ ഉദിക്കുന്നുവോ അതിനേക്കാളും എനിക്ക് പ്രിയങ്കരമായത്, അഥവാ ഈ ദുനിയാവിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് ഈ 4 വാക്കുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി. നമ്മൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഖുതുബകൾ പറഞ്ഞിരുന്നു. എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും എന്നാലും ഉണ്ടാവോ 1-2 ആള് എന്ത് വിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയാത്തവർ. അവരെന്ത് ചെയ്യും? വിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയാത്തവരെന്ത് ചെയ്യും? ഇബ്നു അബി ഔഫ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാം, ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നി ലാ അസ്തതീഉ അൻ ആഖുദ മിനൽ ഖുർആനി ശൈഅൻ ഫഅല്ലിംനി മാ യുജ്സിഉനി മിൻഹു. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നില്ല, അതിനാൽ എനിക്ക് മതിയാകുന്ന വല്ലതും പഠിപ്പിച്ചാലും. ഖുർആൻ പഠിക്കാൻ സാധിക്കാത്ത എനിക്ക് മതിയാകുന്നത് വല്ലതും പഠിപ്പിച്ചാലെന്നാണ്. എന്താ ഇതിന്റെ മാനെന്ന് വെച്ചാല്, ഇന്നീല അസ്തതിഉ അൻ ആഖുദ മിനൽ ഖുർആൻ എന്ന് പറഞ്ഞാലേ, ഒരിക്കലും ഖുർആൻ ക്ലാസ് ഉണ്ടായിട്ടും ഖുർആൻ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടും അവിടേക്കൊന്നും തിരിഞ്ഞടക്കാതെ വെറും ദുനിയാവ് അല്ലെങ്കിൽ മടി 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 ഇങ്ങനെ നടക്കുന്ന ആളെ കുറിച്ചല്ലേ പറഞ്ഞു. പിന്നെന്തറിയോ? അതായത് മിനൽ ഹിഫ്ളി വത്തഅല്ലുമി വൽ ഖിറാഅ, മനപ്പാടാക്കാനും പഠിക്കാനും വായിക്കാനും അതിനൊന്നും കഴിയാത്ത ഒരാള്. പല റീസൺസ് ഉണ്ടാവും. നമ്മളെന്തായാലും ഈ ഇരിക്കണ ആർക്കും ഇപ്പൊ അങ്ങനെ റീസൺ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. വല്ലാഹു അലം. അപ്പൊ നബി പറയാണ്, നീ പറയാ എന്തറിയോ? നീ പറയാ ഖുൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നീ പറയുക. നോക്കൂ നിങ്ങള്, യാദൃശ്ചികമായി നമ്മള് ആളുകൾക്കിടയിൽ ഖുർആൻ വായിക്കാനോ അത് പഠിക്കാനോ അത് കേട്ടാ മനസ്സിലാക്കാനൊന്നും കഴിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ അയാൾ പറയേണ്ട വാക്കെന്താണ്? അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വാക്കെന്താണ്? നമ്മളയാൾ പഠിപ്പിക്കേണ്ട വാക്കെന്താണ്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒരുപാട് ഫളലുകൾ, ഒരുപാട് പ്രത്യേകതകൾ ഈ അദ്കാറുകൾക്ക്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് അൽ ബാഖിയാത്ത് സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അദ്കാറുകൾ മൊത്തത്തിൽ എന്താണ്? അൽ ബാഖിയാത്ത് സാലിഹാത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബാഖിയാത്ത് സാലിഹാത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മൂന്നാമതായി അൽ ബാഖിയാത്ത് സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നത് എന്തൊക്കെയാന്നുള്ള ചർച്ചയിൽ തഫ്സീറിൽ കാണാം. അമലു സ്വാലിഹാത്തുകൾ എല്ലാം അൽ ബാഖിയാത്ത് സാലിഹാത്ത്.
എല്ലാ അമലു സ്വാലിഹാത്തുകളും അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. وقال علي بن ابي طلحه عن ابن عباس ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ എന്നവർ തൊട്ട് അലി ഇബ്നു അബി ത്വൽഹ ഉദ്ധരിക്കാണ് വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ദിക്റുല്ലാഹ്. അതെന്താണ്? ദിക്റുള്ളയാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വതബാറകല്ലാഹ്. ഒരു എക്സ്ട്രാ വന്നതാണ് വതബാറകല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നേരത്തെ പഠിച്ച ഹദീസിൽ നിന്ന് അധികമായി വന്നത്. പിന്നെ വഅസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ. സല്ലല്ലാഹു അലാ റസൂലില്ലാഹ്, സല്ലല്ലാഹു വസല്ലല്ലാഹു അലാ റസൂലില്ലാഹ്. വസ്സിയാം വസ്സലാത്ത് والحج والصدقة والعتق والجهاد والصلة وجميع أعمال الحسنات وهن الباقيات الصالحات. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ഇതിലുണ്ട്. പറയാത്തത് എന്താ? ഒന്ന് ഇസ്തിഗ്ഫാറാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സദഖ, അടിമമോചനം, ജിഹാദ്, ബന്ധം ചേർക്കൽ, എല്ലാ നല്ല പ്രവൃത്തികളും ഒക്കെ എന്താണ്? അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. അല്ലത്തി തബ്ഖാ ലി അഹ്ലിഹാ ഫിൽ ജന്ന മാ ദാമത്തിസ് സമാവാതു വൽ അർദ്. അത് അതിന്റെ ആളുകൾക്കായി സ്വർഗത്തിൽ അവശേഷിക്കും. എത്രത്തോളം അറിയോ? ആകാശഭൂമികൾ നിലനിൽക്കുന്നിടത്തോളം കാലം. അതൊരു വല്ലാത്ത വാക്കുകൂടിയാണ്. അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തത്. അല്ലാമ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്ന അവിടുത്തെ തഫ്സീറിൽ. അതിനാൽ പ്രിയമുള്ളവര്, നമ്മൾ അമലു സ്വാലിഹാത്തുകളിൽ വ്യാപൃതരാകണം. കാരണം അത് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. ഇനിയുള്ള സമയമെങ്കിലും നമ്മൾ മെനക്കെടേണ്ടത് അതിനാണ്. അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അല്ലയോ മുഅ്മിനുകളെ, നിങ്ങൾ റുകൂഅ് ചെയ്യുകയും സുജൂദ് ചെയ്യുകയും നിങ്ങളുടെ റബ്ബിന് ഇബാദത്തെടുക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ഈ പറഞ്ഞതൊക്കെ അമൽ സ്വലാത്താണ്. എന്നിട്ടുള്ള വേറെ വേറെ പറയാണ്. അതിൽ ആദ്യം പറഞ്ഞ എന്താണ്? റുകൂഉം സുജൂദുൻ. ഐ സ്വല്ലൂനാൻ, നിസ്കരിക്കുവിനാൻ, നിസ്കരിക്കുവിനാൻ. അപ്പൊ നിസ്കരിക്കാൻ പറയണത്. പിന്നെയോ വഅബ്ദു റബ്ബക്കും എന്ന് പറഞ്ഞാൽ ഐ വഹദ, അല്ലാഹുവിനെ മാത്രം ഏകനാക്കിക്കൊണ്ട്, ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, അവനെ നിങ്ങൾ ഇബാദത്ത് തൗഹീദുള്ളവരാവുക. മൂന്നാമത്തത് വഫ്അലുൽ ഖൈർ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു. ഖൈർ പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സീലത്തുർ റഹീം വ മകാരിമുൽ അഖ്ലാഖ്. സീലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കുക, ബന്ധങ്ങൾ ചേർക്കുക. പിന്നെയോ വ മകാരിമുൽ അഖ്ലാഖ്, ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ. അതാണ് അവിടെ വഫ്അലുൽ ഖൈർ. അങ്ങനെ ഉണ്ടെങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ ലികൈ തസ്അദു വതഫൂസു ബിൽ ജന്ന, സൗഭാഗ്യവാന്മാരായി വിജയിച്ചവരായി. എവിടെയാണ് അവർ? സ്വർഗത്തിലാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വർഗത്തിലേക്ക് എത്തിക്കുമാറട്ടെ. ഒരു ആയത്ത് കൂടി പറയട്ടെ. ഖാല ഫസ്തബിഖുൽ ഖൈറാത്തി ഇലല്ലാഹി മർജിഉകും ജമിഅ. അതുകൊണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങളിൽ മുന്നേറാൻ ശ്രമിക്കുവിൻ. അല്ലാഹുവിങ്കലേക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം. അതിനാൽ പ്രിയമുള്ളവരെ, നന്മകൾ പ്രവർത്തിക്കുന്നതിനും തിന്മകൾ ഉപേക്ഷിക്കുന്നതിനും നമ്മൾ ധൃതി കാണിക്കണം. ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാമ ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ തഫ്സീർ ഫബാദിറു ഇലൽ അഅമാലി സ്വാലിഹ, അഅമാൽ സ്വാലിഹാത്തുകളിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരിക എന്നതാണ്. ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇമാം ശൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി കൂടി പറഞ്ഞൊരു വാക്ക്, വഅഖ്വാലുൽ ഉലമാഇ ഫിൽ ബാഖിയാത്തു സ്വാലിഹാത്ത് കുല്ലുഹാ റാജിഅത്തുൻ ഇലാ ശൈഇൻ വാഹിദിൻ വഹുവ അൽ അഅമാലു അല്ലതി തുർദില്ലാഹ്. അതാണ് പോയിന്റ്. അൽ ബാഖിയാത്തു സ്വാലിഹാത്തിനെ കുറിച്ച് ഉലമാക്കളുടെ പ്രസ്താവനകൾ അതെല്ലാം എത്തിച്ചേരുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്. എന്താണെന്നറിയോ? വഹുവ അൽ അഅമാലു അല്ലതി തുർദില്ലാഹ്. അത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ ശരിക്ക് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള, അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ കിതാബിലും സുന്നത്തിലും വിവരിക്കപ്പെട്ടത്, അതെല്ലാം അൽ ബാഖിയാത്തു സ്വാലിഹാത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബാഖിയാത്തു സ്വാലിഹാത്തുമായി ജീവിച്ച് അവന്റെ സ്വർഗത്തിൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു തആല നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകളൊന്നും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ രോഗികളുണ്ട്. അള്ളാഹുക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഫിത്തനകളിൽ മുസീബത്തുകളിലും അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി അള്ളാഹുവിന്റെ ദീന് പഠിച്ചും പകർത്തിയും പ്രബോധനം ചെയ്തും മുന്നോട്ട് പോകാനുള്ള ഒരു മണ്ണാക്കി അള്ളാഹു ഈ മണ്ണിനെ നിലത്തി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന, നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അള്ളാഹു അവർക്ക് സമാധാനം ചൊരിയുമാറാകട്ടെ, ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ഷഹാദത്തിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലദിക്റുല്ലാഹി അക്ബർ. വല്ലാഹു യഅലമു മാ തസ്നഊൻ.